നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മെയ് മാസത്തിലെ മകം, പൂരം, ഉത്രം, കാല ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ വരുന്ന മെയ് മാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് 14-ാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് സൂര്യസ്ഥിതി. 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും 14-ാം തീയതിക്ക് ശേഷം 10-ൽ നിൽക്കുന്നതായിട്ടുള്ള, അതായത് 10-ലേക്ക് വരുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 14-ാം തീയതി വരെ 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾക്ക് കുറവ് വന്നു ചേരുക. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഫലം അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ളൊരു ഫലമാണല്ലോ അപമാനം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ശിവക്ഷേത്ര ദർശനം ചെയ്യുക, നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവസ്തോത്രങ്ങൾ, ശിവനാമങ്ങൾ ജപിക്കുക. അപ്പോൾ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 14-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് 10-ാം ഭാവം. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും വിധേന അരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ അരിഷ്ടതകൾ, അതായത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ നമുക്ക് പലവിധങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. എല്ലായിടവും വിജയം വന്നു ചേരുക, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലത്തെയാണോ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു നല്ല ഫലം, ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 14-ാം തീയതിക്ക് ശേഷം ചിങ്ങക്കൂറുകാർക്ക് 10-ൽ സൂര്യൻ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചൊവ്വ 12-ലാണ്. 12-ൽ നിൽക്കുന്ന ചൊവ്വ അത്ര നല്ല ഫലമല്ല. പലവിധ വ്യാധികൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചിലവ് വന്നു ചേരുക, ദുർച്ചെലവ് വന്നു ചേരുന്നൊരു ഫലം. അതുകൂടാതെ തന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു ഫലമുണ്ട്. അതായത് വാഹനം ഉപയോഗിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചിങ്ങക്കൂറുകാർ. അപ്പോൾ 12-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക, നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ, നാമങ്ങൾ ജപിക്കുക. അപ്പോൾ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും ഭദ്രകാളി ഭഗവതി തന്നെ മാറ്റിത്തരും. ഈ വരുന്നതായിട്ടുള്ള മെയ് മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളുണ്ട്. 7-ാം തീയതി വരെ 8-ലാണ്. അതിനുശേഷം 24-ാം തീയതി വരെ 9-ലേക്ക് വരും. 24-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരും. 8-ൽ നിൽക്കുമ്പോഴും 10-ൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 7-ാം തീയതി വരെ 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവവേദ്യമായിട്ട് വരിക, ഏത് കാര്യങ്ങൾക്കും സാമർഥ്യം ഉണ്ടാവുക. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം കുടുംബസുഖം അനുഭവവേദ്യമായിട്ട് വരിക, സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവവേദ്യമായിട്ട് വരിക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് നല്ല ഭാര്യയോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക. ഏത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സാമർഥ്യം, നിപുണത ഇതൊക്കെ വന്നു ചേരുക. വളരെ നല്ല ഫലമാണ് 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷെ 9-ലേക്ക് വരുമ്പോൾ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. 24-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുമ്പോഴോ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. അതായത് 10-ൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളില്ലാത്ത കാലയളവ്, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക. 24-ാം തീയതിക്ക് ശേഷം ബുധൻ 10-ലേക്ക് വരുന്നത് ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന മെയ് മാസത്തിൽ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളത് വ്യാഴമാറ്റമുണ്ട്. 14-ാം തീയതി വരെ 10-ലാണ് വ്യാഴം. 14-ാം തീയതിക്ക് ശേഷം 10-ൽ നിൽക്കുന്ന വ്യാഴം 11-ലേക്കാണ് വരുന്നത്. 10-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കർമ്മവൈകല്യം ഉണ്ടാവുക, അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവേദ്യമായിട്ട് വരാത്തൊരു കാലയളവ്. അശ്രദ്ധയിലൂടെയാണെന്നുണ്ടെങ്കിൽ പോലും കർമ്മവൈകല്യം വന്നു ചേരുന്നൊരു കാലയളവ്. നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ പോലും നമ്മളുടെ ചെറിയതായിട്ടുള്ള രീതിയിലുള്ള അശ്രദ്ധ മൂലം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത കാലയളവ്.
ഇങ്ങനെയുള്ള ഒരു ഫലമാണ് 10-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് 14-ാം തീയതി വരെ. ജോലി സംബന്ധമായിട്ട് വിചാരിക്കാതെ ട്രാൻസ്ഫറൊക്കെ വന്നു ചേരുക, സ്ഥാനഭ്രംശം ഉണ്ടാവുക, നല്ല ഫലമല്ല. പക്ഷെ 11-ലേക്ക് വരുമ്പോഴോ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ദൈവാധീനമുള്ള ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പ്രായോനുകൂല സകലാശ്ച ദേവ എന്ന് പറയുന്നത്. വ്യാഴം അനുകൂലമായിട്ടുള്ള സ്ഥാനത്ത് വന്നാൽ എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന പറയാം. 11-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം സർവാഭീഷ്ട സിദ്ധി. ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന കാലയളവ്. ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. ഇഷ്ടകാര്യ ലാഭം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലമാണ്. അതായത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏത് കാര്യങ്ങൾക്കും ഉണ്ടാവുന്ന അർത്ഥം. അപ്പോൾ സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക. സ്വന്തമായിട്ട് ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക. അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക, ജോലി സംബന്ധമായിട്ട് അരിഷ്ടതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി അവർക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി. വളരെ നല്ല ഫലമാണ് വ്യാഴം 11-ൽ നിന്ന് കഴിഞ്ഞാൽ. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും മോശമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത് വ്യാഴം 8-ൽ നിൽക്കുമ്പോഴാണ്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. 11-ൽ നിൽക്കുന്ന വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന വ്യാഴമാറ്റത്തോടുകൂടി 10-ൽ നിൽക്കുന്ന വ്യാഴം 11-ലേക്കാണ് വരുന്നത്. 11-ൽ നിൽക്കുന്ന വ്യാഴം വളരെ ദൈവാധീനമുള്ള കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചിങ്ങക്കൂറുകാർ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ. അവർക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെ വന്നു ചേരും. 8-ലാണ് ശുക്രൻ. 8-ൽ നിൽക്കുന്ന ശുക്രനും വളരെ നല്ല ഫലത്തെയാണ് ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക. അതും വളരെ നല്ല ഫലമാണല്ലോ. ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ വാങ്ങുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ 8-ലാണ് ശനി. 8-ൽ നിൽക്കുന്ന ശനി മറ്റു പല ഗ്രഹങ്ങൾ എത്ര നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടൊരു ദൈവാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ചിങ്ങക്കൂറുകാർ. ഓരോ ഫലങ്ങളെ എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ചും ഓരോ ഫലങ്ങളും ഞാൻ ശ്രദ്ധിച്ച് പറയാറുണ്ടെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ ദൈവാധീനമുള്ള കാലത്തെ സൂചിപ്പിച്ചു എങ്കിൽ പോലും 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദൈവാധീന കുറവിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ മോശഫലങ്ങളെ നമുക്ക് എന്തായാലും 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളൊന്നും നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും വരാൻ പാടില്ല. 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ എന്താണ്? അതായത് കലഹം ഉണ്ടാവുക. വിചാരിക്കാതെ തന്നെ ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്കൊക്കെ പോവാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു പരിധിവരെ ഈ കലഹം വന്നു ചേരുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണെന്ന് മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. സ്വജനങ്ങളോട്, അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരോട്, നമ്മളുടെ കുടുംബത്തോട് തന്നെ നമുക്ക് അകന്ന് നിൽക്കുവാനായിട്ട് തോന്നുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. അതുകൂടാതെ തന്നെ ധനത്തിന് ചിലവ് വന്നു ചേരുക. നമുക്ക് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരാൽ അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുക. നമുക്ക് ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ളൊരു ഫലമല്ല 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട്. നമ്മൾ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുക, ധനച്ചെലവ് വന്നു ചേരുക. ഏത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നല്ല ഫലമല്ല. നമ്മുടെ കുടുംബത്ത് തന്നെ സ്വസ്ഥതക്കുറവുണ്ടാവുക. ഇപ്പം നമ്മുടെ ജാതകപ്രകാരമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. കാരണം ഇത് ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലമാണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ജാതകപ്രകാരം വളരെ നല്ല ദശയാണെന്നുണ്ടെങ്കിൽ ഈ 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്ന ആ മോശഫലങ്ങളൊന്നും തന്നെ ഒരു പരിധിവരെ മാത്രമേ നമ്മളിലേക്ക് വന്നു ചേരൂ എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലം ഇതാണ്. അപ്പം ഈ മോശഫലമൊന്നും നമ്മളിലേക്ക് വരാനും പാടില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ മോശഫലം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും അയ്യപ്പസ്വാമിയെയും മനസ്സിരുത്തി ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ശനൈശ്വരായ നമഃ നാമം ജപിക്കുക. നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക. അയ്യപ്പസ്വാമിയെ നല്ലോണം മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് കുടുംബത്തിരുന്ന് അയ്യപ്പസ്വാമിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കാലോ, ആരാധിക്കാലോ. ശനൈശ്വരായ നമഃ നാമം ജപിക്കുക, പഞ്ചാക്ഷരം ജപിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ആ സൽക്കർമ്മങ്ങളും നാമജപങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല. അതുകൂടാതെ തന്നെ 11-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതായത് 11-ൽ നിൽക്കുന്ന വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ 8-ൽ നിൽക്കുന്ന ശനി മോശഫലത്തെയും സൂചിപ്പിക്കുന്നു.
ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചാൽ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുമല്ലോ. ഓരോ ഫലങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നമുക്ക് ഒരു ദുരിതവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.